ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൽ നിന്ന് മേടിച്ചൊരു പ്രഷർ വാഷറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വന്നേക്കുന്നത് 1500 രൂപയാണ് റേറ്റ് വന്നേക്കുന്നത്. ഇത് വർക്കാവണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിലാണ് വർക്കാവണേ. ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമുക്ക് കഴുകാൻ പറ്റിയൊരു പ്രഷർ വാഷറാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ ഒരു പെട്ടിയിലാണ് ഇത് വരുന്നത്. ബോക്സ് ആണെങ്കിൽ ഇത് പൊക്കാം, ഇതും പൊക്കാം. അതിനിട്ട് ഈ ലോക്ക് ഉണ്ട് ഇവിടെ, അതിങ്ങനെ അൺലോക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്തിട്ട് നമുക്കിത് പൊക്കി കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ ഫസ്റ്റ് തന്നെ ഒരു ഓസ് തന്നെയുണ്ട്. പിന്നെ ഈ ഫിൽറ്ററും ഈ ഒരു പ്രഷർ വാഷറുമ്പോൾ മൗണ്ടിന് ഈ ഓറഞ്ച് സാധനവും അത് ഉരി വയ്ക്കാനാണ് അത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു പൈപ്പും സെപ്പറേറ്റ് ആയിട്ട് ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്. അതിനുള്ള റീസൺ നമുക്ക് പറയാം. ഇതിപ്പോൾ നമുക്ക് പറ്റിക്കാം. പിന്നെ മെയിനായിട്ട് വരുന്നത് ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, അത് മാറ്റിക്കാം. പിന്നെ നമ്മുടെ ഫോമിൻ്റെ ബോട്ടിൽ വരുന്നുണ്ട്, അങ്ങനെ ഫോം ബോട്ടിൽ വരുന്നത് പിന്നെ അപ്പോൾ മാറ്റിക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ വാഷറിൻ്റെ ഫ്രണ്ടിൽ നോസിൽ വരുന്നുണ്ട്. പിന്നെ ഇത് മാറ്റിക്കാം നമുക്കപ്പോൾ. പിന്നെ നമ്മുടെ ഇത് വരുന്നുണ്ട്, ഏതാ ഗണ്ണ് വരുന്നുണ്ട്, ഗണ്ണും നമുക്ക് മാറ്റിക്കാം. പിന്നെ 2 ബാറ്ററിയാണ് വരുന്നത് നമുക്ക്. ഇതാണ് ഒന്നാമത്തെ ബാറ്ററി, ഇത് രണ്ടാമത്തെ ബാറ്ററി. 2 സെയിം വോൾട്ട് 48 വോൾട്ടിൻ്റെ മാക്സിമം പവർ ലിങ്ക് സിസ്റ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ചാർജർ വരുന്നത്. നമുക്ക് ഒരു ചാർജർ വരുന്നുണ്ട് എൻ്റെ കൂടെ. ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ 21 വോൾട്ടാണ് ഔട്ട്പുട്ടൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ചാർജർ. പിന്നെ ഇതാണ് നമ്മുടെ ഒരു നോസിൽ. ഇതെന്തിട്ടാണെന്ന് നമുക്കറിയില്ല, ഇത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. പിന്നെ ഇതൊരു സെപ്പറേറ്റ് സാധനമാണ്, ഇതാണ് ആ സാധനം. ഇപ്പോൾ നമുക്ക് ഇത് നമ്മുടെ സ്പ്രേ പോലെ ചെയ്യാനുള്ള സാധനമാണ്. ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ഉണ്ട്, അത് നമുക്ക് കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ സാധനം. ഇതാണ് നമ്മൾ പ്രഷറിലടിക്കുന്ന സാധനമാണ്. ഇതാണ്. അപ്പോൾ ഇത് ഈ 2 നോബുകളാണ് വരുന്നത് ഇതിൻ്റെ ഒപ്പം. അപ്പോൾ നമുക്കിതിനെ അസംബിൾ ചെയ്യാൻ നോക്കാം. അതാണ് എൻ്റെ ഗണ്ണ് വരുന്നതെന്ന് പറഞ്ഞാൽ. ഗണ്ണിലോട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബാറ്ററി ഇടാം. ചീപ്പ് പ്ലാസ്റ്റിക് ഉണ്ട്, പെട്ടെന്ന് സ്ക്രാച്ച് ഒക്കെ ആവുന്നുണ്ട്. പിന്നെ ഇത് ഗണ്ണിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് നൈസായിട്ട് വെച്ചെടുത്തിട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ബാറ്ററി അയക്കണമെങ്കിൽ ഇത് ഞെക്കിയിട്ട് പിന്നെ വലിച്ചാലും മതി ബാറ്ററി അയക്കാനായിട്ട്. ഇപ്പോൾ ഗണ്ണിലെ ബാറ്ററി സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇത് ഞെക്കി വെള്ളം വന്നുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ്. ഇത് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പതിയെ തിരിച്ച് നല്ല ടൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പവർ ശരിക്കും കിട്ടില്ല. ഇത് ഇതിനെ അടച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസാണ്. ഓസിൻ്റെ ഒരു ഭാഗത്ത് ഈ ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം, ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം റെഡി ടു യൂസ് ആയിട്ടിരിക്കുന്ന സാധനം. പിന്നെ നമുക്ക് വെച്ച് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് പവറുള്ള നോബിടാം. ഈ റെഡ് തന്നെ ഫസ്റ്റ് ഇടാം. റെഡ് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഓസ് ഇട്ടേക്ക് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പൈപ്പ് ഭയങ്കര ചീപ്പ് പൈപ്പാണ്, പെട്ടെന്ന് മടങ്ങിപ്പോവും. അതുകൊണ്ട് ഒരു പൈപ്പ് നമ്മൾ കൊടുത്തേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈപ്പ് മടങ്ങിപ്പോണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനായിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇതിൻ്റെ യൂസേജ് കാട്ടി തരാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് വേണം. ഇവിടെ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഫിൽറ്റർ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഫിൽറ്റർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒന്ന് പ്രഷർ വാഷർ ഒന്ന് വർക്ക് ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രഷർ വാഷർ ഓണാണ്. നമുക്ക് വെള്ളം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രഷർ വാഷർ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു പായലൊക്കെ ഒന്ന് കഴിക്കുക. പായലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ
നമുക്ക് എന്തോ ഒറ്റ ക്ലിയർ ആയിട്ട് കേൾക്കണമെന്ന് പറയാൻ പറ്റില്ല. ഈ മിഷൻ്റെ ഒച്ച ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് കാര്യമുണ്ട്. ഈ പായൽ പോലെ ഈ നിലത്തിട്ടുള്ള പായൽ നമുക്ക് പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ വർക്കിങ്. നമുക്കൊരു സാധനം കൂടി ഉണ്ട്, അതും കൂടി ഇട്ട് നോക്കാം. എനിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു നോപ്പ് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊരിപ്പോന്നോളും. ഊരി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വെള്ളം വേണ്ടാവുക. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു മോഡ് സെറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു മോഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇടേണ്ടത്, എന്നാലേ അതിൻ്റെ ശരിക്കുള്ള ഇത് കിട്ടുള്ളൂ. എൻ്റെ വർക്കിംഗ് വലിയ പവറൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ചാർജർ നനയും, അത് മാറ്റി വെച്ചേക്കാം. ചാർജിങ് കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഈ ബാറ്ററിയിൽ പിന്നെ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോളിൽ കുത്തിയാൽ മതി. ഈ ഒരു ഹോളിൽ കയറ്റുക, അതിൻ്റെ ഈ ഒരു പിന്ന് കയറ്റി പ്ലേസ് ചെയ്തിട്ട് നമുക്കിത് ചാർജ് ചെയ്യാനിടാം. ഈ ഒരു ചാർജറിൽ ഓണാക്കും പച്ചരിങ്ങത്ത പിന്നെ ഒരു 4 മണിക്കൂർ എടുക്കേണ്ടത് ചാർജ് ആവാനായിട്ട്. ഇത് ഈ ബാറ്ററിയുടെ ഉള്ളിൽ 5 ലിഥിയം അയണിൻ്റെ ബാറ്ററിയാണ് തന്നെ 5 ലിഥിയം അയണിൻ്റെ ബാറ്ററിയാണ് തന്നെ. അപ്പോൾ ഈ ഒരു 5 ബാറ്ററി, ഒരു ബാറ്ററിയിൽ 5 ബാറ്ററിയാണ് തന്നെ, പിന്നെ ഒരു സർക്യൂട്ട് ബോർഡും. അപ്പോൾ ഈ ഇത് ചാർജ് ചെയ്യാനായിട്ട് 4 മണിക്കൂർ എടുക്കും നമുക്ക് നമ്മുടെ സൈക്കിളൊന്ന് വെറുതെ ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വണ്ടി ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കഴുകാത്തത്. സൈക്കിളൊന്ന് കഴുകി വെക്കാം. ട്രെയിനിൽ നോക്കാം. നമ്മുടെ സൈക്കിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സൈക്കിളിന് അത്യാവശ്യമുള്ള അഴുക്കുകൾ മാത്രമേ നമുക്ക് പോകുള്ളൂ. കഴുകാക്കുന്നില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്തതായിട്ട് വേറെ സാധനം കൂടി നമുക്ക് നമ്മുടെ ഇനി ഫോം ക്യാനും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും അതേപോലെ തന്നെ ഈ ഒരു നോബിനെ വലിച്ചിട്ട് ഇങ്ങനെ വലിക്കുക, ഇതിന് നൈസായിട്ട് ഊരിയെടുക്കുക. അത് ഊരിയിട്ടുണ്ട്. ഊരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ പോകും. നമ്മളിത് ഔട്ട്ഡോർ ഉപയോഗിക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്ഡോർ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഫോം ക്യാൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നോസിൽ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കായി. പിന്നെ ഈ ഒരു ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഫോം നിറയ്ക്കണം അതിൽ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോം നിറച്ചിട്ട് വേണം. അപ്പോൾ ഗൈസ് നമ്മളിൽ ഫോം നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നോസിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ഒരു ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്, നമുക്ക് ലോക്ക് മെക്കാനിസം വരുന്നുണ്ട്. കറക്റ്റ് നോക്കി കൊടുക്കണം. ഒരു മിനിറ്റ്, നമുക്കത് ഒന്ന് കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോക്ക് ചെയ്യാം. ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഫോം അതിനെ വർക്ക് ആവണേ നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് ഫോം അടിച്ച് നോക്കാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സൈക്കിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഫോമല്ല തന്നെ ഫോം നമ്മളെ കഴിഞ്ഞ് വേണ്ടി നമ്മൾ സോപ്പും പോലെ ഇട്ടുണ്ടെങ്കിൽ ഈ ഒരു പവർ തന്നെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഈ ഗുഡ് ബൈ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രഷർ വാഷറിൻ്റെ ഫീച്ചേഴ്സൊക്കെ.